കൃഷിയുടെ ഫ്യൂച്ചർ ശരിക്കും പറഞ്ഞാൽ യൂത്തിൻ്റെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇതിനകത്ത് ഓരോ ചെടികളും ഇപ്പം നമ്മൾ തന്നെ നട്ട് നമ്മൾ തന്നെ വളർത്തി അതിൻ്റെ ഈൽഡിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് അത് ആദ്യമായിട്ട് ഒരു ഫ്ലവറിങ് തരുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ചിലപ്പോൾ നമുക്ക് ആ ഒരു ഓഫീസിൽ ഒരു ചെയറിൽ ഇരുന്ന് നമ്മൾ കറങ്ങി കഴിയുമ്പോഴത്തേക്ക് നമുക്കത് കിട്ടാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഞാൻ പാമ്പാടുമാർ ഏലം ഗവേഷണ കേന്ദ്രത്തിൽ ഫാം ഓഫീസറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കാലത്താണെങ്കിലും നമുക്ക് നമ്മുടേത് എന്നൊരു തോന്നൽ കൃഷി തന്നെയായിരുന്നു. ഞാൻ പഠിച്ചത് പഞ്ചാബിലായിരുന്നു, BSc അഗ്രികൾച്ചർ. ഗുരുകാശി എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. എനിക്ക് വയസ്സ് 24, എന്നാലും നമ്മളൊരു 10 വയസ്സ് തൊട്ട് നമ്മൾ കൃഷിയിൽ മെയിൻലി ഫോക്കസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. എന്നെ കൃഷിയിലേക്ക് കൊണ്ടുവന്നത് പറയുകയാണെങ്കിൽ എൻ്റെ വല്യപ്പനാണ്, അപ്പൻ്റെ അപ്പൻ. അപ്പോൾ പാപ്പായാണ് ശരിക്കും കൃഷിയിലേക്ക് നമ്മളെ കൊണ്ടുവന്നത്. അപ്പോൾ പണ്ടുള്ള ഓർമ്മകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞായിരുന്ന സമയത്ത് ഒരു 4 വയസ്സ് 5 വയസ്സുള്ളൊക്കെ ഒരു സമയത്ത് പാപ്പായി ഇങ്ങനെ രാവിലെ ഏറ്റു പശുവിനെയൊക്കെ കുളിപ്പിച്ച് പന്നീനെയൊക്കെ കുളിപ്പിച്ച് റെഡിയാക്കി അമ്മച്ചി പശുവിനെ കറക്കുന്ന ഒരു സീനുകളാണ് നമ്മുടെ മനസ്സിലുള്ളത്. ഞാനൊരു പശുവിനെ കറന്ന് തുടങ്ങുന്നത് ഒരു 5ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ്. ഈ അമ്മ ഇങ്ങനെ കറക്കുന്നത് കണ്ട് ഒരു തവണ അമ്മയ്ക്ക് എന്തോ കറക്കാൻ ഒരു ബുദ്ധിമുട്ട് വന്ന സമയത്താണ് ഞാൻ പശുവിനെ കറന്ന് തുടങ്ങുന്നത്. ഇവിടെ ഞാൻ ചെയ്യുന്ന കൃഷികൾ മെയിനായിട്ടും വരുന്നത് ജാതി കൃഷിയാണ്. അതിൻ്റെ ഒപ്പം തന്നെ കൊക്കോയുണ്ട്, പിന്നെ കുരുമുളകുണ്ട്. ജാതി കൃഷിയിൽ അടുത്തൊരു 15 വർഷത്തിൽ ഞാൻ എന്നെ തന്നെ നോക്കി കാണുന്നത് ഏറ്റവും നല്ല ഒരു അൺനോൺ വെറൈറ്റീസിൻ്റെ ഒരു ജേംപ്ലാസം കീപ്പ് ചെയ്യുന്ന ഒരാളായിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ ചെടി പതിയതായിട്ട് മഞ്ഞയ്ക്കുന്ന സമയത്ത് അത് ചിലപ്പോൾ ചില മൂലകങ്ങളുടെ കുറവുകൊണ്ടൊക്കെ ആയിരിക്കും, പക്ഷേ പണ്ട് തൊട്ടുള്ള കാരണവർ പറയുന്നത് അതിന് കേടാന്ന് പറയും. അപ്പോൾ അതൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാനും പെട്ടെന്ന് അതിനെ ഒന്ന് ഓടി നടന്ന് കണ്ടുപിടിക്കാനൊക്കെ പറ്റുന്ന യൂത്തിനായിരിക്കും. എല്ലാവരും പറയും സക്സസ്ഫുൾ ആയിട്ടുള്ള കൃഷിക്കാരെ പോയി കാണുക എന്ന് പറയും. എന്നാൽ ഞാൻ പറയുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു തോട്ടം നിങ്ങൾ കാണാവുള്ളൂ. ആ സമയത്ത് ലാഭമല്ല എന്ന് പറയുന്ന ആൾക്കാരുടെ തോട്ടങ്ങൾ ഒരു 3-4 തോട്ടങ്ങൾ വിസിറ്റ് ചെയ്യുക. ഞാനും പുതിയ ആൾക്കാരെ പരിചയപ്പെടുമ്പോൾ അതെല്ലാം ഓരോ അറിവുകളാണ്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ ആഡ് ഓൺ ചെയ്ത് നമ്മളിങ്ങനെ ഇരിക്കുന്നു. നമ്മുടെ പോരായ്മകൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അവർക്ക് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് അവർക്ക് കൊടുക്കുന്നു. അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്ലസ് പോയിന്റുകൾ ലഭിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഉൾക്കൊള്ളുന്നു. ഇപ്പോൾ ഞാൻ ഈ കൊടുക്കുന്ന എഫോർട്ടിന് ശരിക്കും എനിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നല്ല റിസൾട്ടിലേക്ക് വരുന്നത് ഒരു 15 വർഷം ആ ഒരു പീരീഡൊക്കെ ആകുമ്പോഴത്തേക്കാണ് എനിക്കൊരു നല്ല റിസൾട്ടിലേക്ക് വരിക. അപ്ഗ്രേഡഡ് ആയിട്ടുള്ള വെറൈറ്റികളാണ് ഇപ്പോൾ ഞാൻ പ്ലാന്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഈൽഡിങ്ങിലേക്ക് വരുമ്പോൾ ഒരു 15 വർഷം കൂടെ കഴിഞ്ഞ് നല്ല പ്രൊഡക്റ്റീവ് സ്റ്റേജിലേക്ക് അത് വരുമ്പോഴത്തേക്കും ഞാൻ കണക്ക് കൂട്ടുന്ന ഏകദേശം ഒരു 3 കോടി രൂപയ്ക്ക് അടുത്ത ഒരു റിട്ടേൺസ് ആണ് ഒരു ആനുവലി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ തോമസ് മലാക്കുഴി. അപ്പോൾ എൻ്റെ സ്ഥലം വരുന്നത് മങ്കുവ എന്ന് പറഞ്ഞ് ഇടുക്കി ജില്ലയിലെ മങ്കുവയാണ്. ഈ പുറകെ കാണുന്ന ഞങ്ങളുടെ ഡാം 2018 പണിയാൻ തുടങ്ങി. ഏതാണ്ട് ഒരു 22 ആ ഒരു സമയമൊക്കെ ആയപ്പോഴാണ് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് കമ്മീഷനിങ്, ഡാമിൻ്റെ പണി മൊത്തം തീർന്നത്. കമ്മീഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ നാടിനെ പറ്റി പറയാമെന്നുണ്ടെങ്കിൽ കൊക്കോ കൃഷിക്ക് വളരെ പേരുകേട്ട ഒരു പ്രദേശമാണ് ഞങ്ങളുടെ മങ്കുവ. നന്നായിട്ട് കൊക്കോ ഉണ്ടാവും, അതേപോലെ തന്നെ ജാതി ഉണ്ടാവും. ഈ സ്പൈസസ് ഐറ്റംസ് എല്ലാം നമുക്കിവിടെ നന്നായിട്ട് ഉണ്ടായി കിട്ടുന്നുണ്ട്. ഈ പുഴ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ നാടിൻ്റെ കൃഷിയുടെ ഒരു മേജർ പാർട്ട് തന്നെയാണ് ഈ പുഴ. നമ്മളെല്ലാം കൃഷിയിൽ താങ്ങി നിർത്തുന്നത് തന്നെ ഈ പുഴയാണ്. ഇതിൻ്റെ കൈവരികളിലാണ് നമ്മുടെ എല്ലാം കിണറുകൾ ഇരിക്കുന്നത്. ഇതിനകത്തുനിന്ന് വാട്ടർ സോഴ്സ് ചെയ്താണ് നമ്മളെല്ലാം കൃഷിയിടങ്ങളിൽ നിന്ന് നനച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇത്രയും സമ്പുഷ്ടമായിട്ട് നമുക്ക് ഫലം തരുന്നതിനകത്ത് ഈ ഒരു പുഴയ്ക്കൊരു വലിയ പങ്കുണ്ട്.
എല്ലാ കുടിയേറ്റ കർഷകരെ പോലെയും നമ്മളും പാലാ സൈഡിൽ നിന്നാണ് വന്നത്. അപ്പൻ്റെ കാലത്ത് നമ്മൾ ഇങ്ങോട്ട് കുടിയേറി വന്നതാണ്. അന്ന് തൊട്ട് ഒരു കൃഷി ബാക്ക്ഗ്രൗണ്ടിൽ തന്നെയാണ് നമ്മുടെ ഫാമിലി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യകാലങ്ങളിൽ ഇപ്പോൾ ഞാനുണ്ടായ ഒരു സമയമെന്ന് പറഞ്ഞാൽ നമ്മൾ അത്യാവശ്യം നല്ലപോലെ റബ്ബറും അതേപോലെ കൊടിയൊക്കെ ഉള്ള ഒരു സമയമായിരുന്നു ആ ഒരു കാലം. നമ്മൾ കുട്ടിക്കാലം തൊട്ടേ കൃഷി തന്നെയാണ് കണ്ടുവന്നത്. ഇപ്പോൾ എൻ്റെ ഒരു കുട്ടിക്കാല ഓർമ്മകളിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഞാനൊരു 10 വയസ്സുള്ളപ്പോൾ തൊട്ടൊക്കെ പശുവിനെ കറന്ന് തുടങ്ങിയതാണ്. അന്ന് ജാതി അത്ര ഇതിലേക്ക് വന്നിട്ടില്ല നമുക്കിങ്ങോട്ട്. ഇത് ഒരു റബ്ബർ തോട്ടമായിരുന്നു. അപ്പോൾ ഇതിനകത്തൂടെ പശുവിനെ അഴിച്ചു വിട്ട് തീറ്റാനും ഈ ജാതിക്കുണ്ടായ സമയങ്ങളാണെങ്കിലും ജാതിക്ക് പറിക്കാനും അത് നനയ്ക്കാനും എല്ലാം നമ്മൾ ചെറുപ്പം തൊട്ടേ നമ്മൾ ഇതിൻ്റെ കൂടെ നിന്ന് ആ ഒരു ഫ്ലോയിൽ നമ്മൾ നമ്മളൊരു ബ്ലഡിലേക്ക് തന്നെ കൃഷി അലിഞ്ഞ് ചേർന്ന ഒരു കാലഘട്ടമായിരുന്നു ഒരു ചെറുപ്പകാലം എന്ന് പറയുന്നത്. ഞാനൊരു പശുവിനെ കറന്ന് തുടങ്ങുന്നത് ഒരു 5ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ്. ഈ അമ്മ ഇങ്ങനെ കറക്കുന്നത് കണ്ട് ഒരു തവണ അമ്മയ്ക്ക് എന്തോ കറക്കാൻ ബുദ്ധിമുട്ട് വന്ന സമയത്താണ് ഞാൻ പശുവിനെ കറന്ന് തുടങ്ങുന്നത്. നമ്മൾ അതിനു മുമ്പ് ഈ പശുവിനെ തീറ്റലും അതേപോലെ അതിന് പുല്ലിയെത്തലും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഫുൾ ടൈം സജീവമായിട്ട് നമ്മളെ ഒഴിവ് സമയങ്ങളിൽ, അതായത് ക്ലാസ്സില്ലാത്ത ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും ഒക്കെ നമ്മളിങ്ങനെ ഒരു ഫുൾ ടൈമറായിട്ട് നിന്നു. ഇപ്പം നമ്മളിപ്പോൾ ഈ പശുവിനെയൊക്കെ നമ്മൾ കറന്നു കഴിഞ്ഞ് നമ്മൾ എത്ര കുളിച്ചു എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ചാണകത്തിൻ്റെ മണം നമ്മുടെ കയ്യിലുണ്ടാകും. നമ്മൾ ഈ പാല് കറന്ന ആ ഒരു പാലിൻ്റെ ഒരു ചാണകത്തിൻ്റെ കൂടെ ഒരു കോമ്പിനേഷനിലൊരു മണം നമ്മുടെ കയ്യിലുണ്ടാകും. നമ്മൾ എത്ര കുളിച്ചു എന്ന് പറഞ്ഞാലും അത് നിൽക്കും നമ്മുടെ കയ്യിൽ. ഇത് ബുള്ളിക്കുത്ത എന്ന് പറഞ്ഞ ബ്രീഡാണ്. ടെസ എന്നുള്ള പേര്. അപ്പോൾ ഇവിടെ ഞാൻ പഞ്ചാബിലായിരുന്ന കോളേജിലായിരുന്ന സമയത്ത് പോകുന്ന വർഷം 4th ഇയറിൽ പഠിക്കുമ്പോൾ 2024 ജനുവരിയിൽ അവിടുന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ നല്ല ഒരു കമ്പാനിയൻ ഡോഗാണ്. പിന്നെ അത്യാവശ്യം അനിമൽ അഗ്രഷൻ ഉണ്ട്. ഹ്യൂമൻ അഗ്രഷൻ അങ്ങനെ വലിയ കാര്യമായിട്ടില്ല. എന്നാലും ചില സമയങ്ങളിൽ രാത്രികളിലൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് വിഷയമാണ്. ഇങ്ങുവാ എടുക്കട്ടെ. ജാതി കൃഷിയിലേക്ക് മെയിനായിട്ടും ഫോക്കസ് ചെയ്ത് വന്നത് ഒരു 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് 2018 ആ കാലത്തിലാണ്. അന്ന് നല്ലപോലെ ഈൽഡിങ് വന്നൊരു ടൈമാണ്. അപ്പോൾ അന്ന് നമ്മൾ കാവറിച്ച് അത് കൊടുത്തു കഴിഞ്ഞ് അപ്പൻ അതുകൊണ്ട് വിറ്റ് കഴിഞ്ഞ് വന്ന സമയത്ത് എനിക്കൊരു ഐസ്ക്രീം മേടിച്ചു തന്നു. അതാണ് ശരിക്കും എന്നെ ഈ ഒരു കൃഷിയിലേക്ക് ആകർഷിച്ച എൻ്റെ ആദ്യത്തെ ഒരു പ്രതിഫലം എന്ന് പറഞ്ഞ പോലെ എനിക്ക് കിട്ടിയതായതുകൊണ്ട് അതെനിക്ക് കൃഷിയിൽ കുറച്ചും കൂടെ എന്നെ ഇതിലേക്ക് ചേർത്ത് നിർത്തിയതിൻ്റെ ഒരു മേജർ കാരണമാണ്. നമ്മൾ ജോലിക്കൊക്കെ പോയിട്ടുണ്ടെങ്കിലും ആ ഒരു കാലഘട്ടങ്ങളിലൊക്കെ എന്തോ ഇതാണ് നമ്മുടെ ഫീൽഡെന്ന് നമുക്കൊരു ചിന്ത തരുന്നതും അതേപോലെ നമുക്കൊരു വരുമാനത്തിലേക്ക് കൊണ്ടുവരുന്നതും എപ്പോഴും കൃഷി തന്നെയായിരുന്നു. ഇപ്പോൾ ഞാൻ പാമ്പാടുമാർ ഏലം ഗവേഷണ കേന്ദ്രത്തിൽ ഡെയിലി വേജ് അടിസ്ഥാനത്തിൽ ഫാം ഓഫീസറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കാലത്താണെങ്കിലും നമുക്ക് നമ്മുടേത് എന്നൊരു തോന്നൽ, അതായത് കൃഷി തന്നെയായിരുന്നു. കൃഷിയിൽ നിൽക്കുമ്പോഴാണ് ഇതിലും ലാഭം എന്നൊരു തോന്നൽ വന്നതും അതേപോലെ നമുക്കൊരു സമാധാനം തരുന്നതും ഓവർ സ്ട്രെസ് അല്ലാതെ നമ്മുടെ ഒരു സ്റ്റൈൽ ഓഫ് വർക്കിങ്ങിന് ചേർന്നത് കൃഷിയായിട്ട് നമുക്ക് ഫീൽ ചെയ്തു. ആദ്യകാലങ്ങളിൽ നമ്മളൊരു കൃഷിയിൽ ഫുൾ ടൈമറായിട്ട് നിൽക്കാമെന്ന് പറയുന്നത് നമുക്ക് പോസിബിൾ അല്ലായിരുന്നു. കാര്യം സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന കാലമൊക്കെ എന്ന് പറയുന്നത് ആ സമയത്ത് നമ്മുടെ ഒരു മേജർ ഫുൾ ടൈമറായിട്ട് നമ്മൾ നിൽക്കുന്ന ഈ അവധിക്കാലത്തായിരുന്നു. അപ്പം അന്നുള്ളതിൽ വെച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ വരുമാനം നമ്മുടെ കയ്യിലേക്ക് വരുമാനം തന്നുകൊണ്ടിരുന്നതാണ് ഈ കശുമാവുകൾ. അപ്പോൾ ഇതിൻ്റെ കപ്പലണ്ടി നമ്മൾ പറക്കി കൊടുത്ത അതിൻ്റെ ഒരു 50% ഷെയറിലാണ് നമ്മൾ ആദ്യത്തെ ലാഭം കണ്ട് നമ്മൾ കൃഷിയിലേക്ക് വന്നുകൊണ്ടിരുന്നത്. ഞാൻ പഠിച്ചത് പഞ്ചാബിലായിരുന്നു, BSc അഗ്രികൾച്ചർ. ഗുരുകാശി എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. അപ്പോൾ അന്ന് പഠിച്ചിട്ട് വന്ന സമയത്താണല്ലോ ആൾക്കാർ ഒരു കൃഷി ഓഫീസർ റേഞ്ചിൽ നിൽക്കുമല്ലേ, ഒരു ഓഫീസ് ജോബ്, ആ ഒരു മൈൻഡിലാണ് ആൾക്കാരും നമ്മളെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനകത്തുനിന്ന് മാറി നമ്മൾ കൃഷിയിലേക്ക് വന്നു. പിന്നെ ആൾക്കാർ ഒരു പറയുന്ന ഒരു മേജർ പ്രോബ്ലമാണ് ഇത്, ഈ ഡിഗ്രി കഴിഞ്ഞവർക്കും ഇതിനെപ്പറ്റി വലിയ അറിവുകളില്ല. അങ്ങനെ ആൾക്കാർ പൊതുവേ നമ്മുടെ നാട്ടിലെ കൃഷിക്കാർ ഒരു പരാതി പറയുന്നുണ്ട്. അതൊരു മേജർ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർഷകന്റെ മക്കള് ഇത് പഠിക്കാൻ പോകുന്ന എത്ര പേരുണ്ടെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാര്യം കൃഷിയെപ്പറ്റി അറിയാവുന്നവൻ അത് പഠിച്ച് അത് ചെയ്യുമ്പോഴാണ് ശരിക്കും അതിന് റിസൾട്ട് ഉള്ളത്. ഇപ്പോൾ ജാതിയെപ്പറ്റി അറിയാത്ത ഒരാൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു, PG സ്പൈസസിൽ ചെയ്തു, PhD ജാതി ചെയ്തു,
പക്ഷെ അവനെക്കാളും കൂടുതൽ അറിയാവുന്ന ചിലപ്പോൾ ഇവിടെ ഒരു 17 വയസ്സുള്ള ജാതി കൃഷി ചെയ്യുന്ന ഒരു പയ്യനായിരിക്കും അതിനെപ്പറ്റി കൂടുതൽ അറിയാവുന്നത്. ഈ ആദ്യകാലത്ത് ഞാൻ ഈ കൃഷിയിലേക്ക് തുടങ്ങി ആ ഒരു ഡിഗ്രി കഴിഞ്ഞ് വന്ന് നിന്ന സമയത്ത് എൻ്റെ അടുത്ത് ആൾക്കാർ ചോദിച്ചുകൊണ്ടിരുന്നതാണ്, എടാ ജോലിക്ക് പോ, ഇതിനകത്ത് നിന്നിട്ട് എന്താ കാര്യം, ഇതൊരു ലൂപ്പിൽ പെട്ട് നിൽക്കുന്ന പോലെ നീ നിൽക്കും, നിനക്ക് നാളെ പെണ്ണ് കിട്ടില്ല, അങ്ങനെ ഒരു കൺസെപ്റ്റിലായിരുന്നു ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്ത് നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്ത് തുടങ്ങി, നമ്മളെ ആൾക്കാർക്ക് സെമിനാറുകൾ എടുക്കാൻ തുടങ്ങി, അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാൻ തുടങ്ങിയെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് മൊത്തത്തിൽ മാറി. അവർക്ക് ഇതിനകത്തേക്ക് പുതിയ കാര്യങ്ങളെ പറ്റി പഠിക്കണമെന്ന് താല്പര്യമായി, അതിന് നമ്മളെ വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ഇപ്പോൾ ആൾക്കാർക്ക് എല്ലാവർക്കും നല്ല താല്പര്യമാണ് ഇതിനോട്. നമുക്ക് ഒരു ബഹുമാനം തരുന്ന ഒരു ഇതിലാണ് ആൾക്കാർ നമ്മുടെ അടുത്ത് കോണ്ടാക്ട് ചെയ്യുന്നത് തന്നെ. അപ്പോൾ അങ്ങനെ കൃഷിയിലേക്ക് വന്നു കഴിഞ്ഞിട്ട് പിന്നീട് എങ്ങനെ ഇതിനെ ഇമ്പ്രൂവ് ചെയ്യാമെന്നൊരു ചിന്തയായി. അങ്ങനെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നതിനകത്ത് പുതിയ പുതിയ വെറൈറ്റികൾ തപ്പി യാത്ര തുടങ്ങി. അങ്ങനെ എന്തുകൊണ്ടാണ് ഇപ്പം നമ്മുടെ തോട്ടത്തിൽ നിന്ന് കിട്ടുന്നത് നമുക്ക് ലാഭമാണ്, എന്നാലും അതിൻ്റെ ഒരു നെക്സ്റ്റ് ലെവൽ ഓഫ് അപ്ഗ്രേഡേഷൻ എന്താണെന്നുള്ള ചിന്തയിലാണ് പുതിയ പുതിയ ഇനങ്ങൾ ട്രയൽ ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ യാത്രകൾ ചെയ്തു പലയിടങ്ങളിൽ. ഇപ്പോൾ കോഴിക്കോട് തൊട്ടുള്ള ഇനങ്ങൾ നമ്മളെടുത്തുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ കളക്ട് ചെയ്ത് ഇപ്പോൾ കൃഷി ചെയ്യുന്നത്. അതിനുശേഷമാണ് ഞാനൊരു +2 കഴിഞ്ഞ് 2020 കൂടിയാണ് BSc അഗ്രികൾച്ചറിന് പോകുന്നത്. അത് ഈ കൃഷിയോടുള്ള ഒരു താല്പര്യം കൊണ്ട് പോയതാണ്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞ് നമ്മൾ ഒരു ഫുൾ ടൈമറായിട്ട് 2024 തൊട്ട് നമ്മൾ ഫുൾ ടൈമറായിട്ട് കൃഷിയിലുണ്ട്. അപ്പോൾ ഞാൻ അതിനകത്തുനിന്ന് മനസ്സിലാക്കിയ ഒരു മേജർ പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഒരു ചെടിയുടെ കംപ്ലീറ്റ് അനാലിസിസ് നമുക്ക് എളുപ്പത്തിൽ നടത്താൻ പറ്റുന്നുണ്ട്. അതിപ്പോൾ യുവതലമുറ വരുവാണെന്നുണ്ടെങ്കിലും അതിനകത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ചെടി പതിയതായിട്ട് മഞ്ഞയ്ക്കുന്ന സമയത്ത് അത് ചിലപ്പോൾ ചില മൂലകങ്ങളുടെ കുറവുകൊണ്ടൊക്കെ ആയിരിക്കും. പക്ഷേ പണ്ട് തൊട്ടുള്ള കാരണവർ പറയുന്നത് അതിന് കേടാന്ന് പറയും. പക്ഷെ അത് ചെറിയ മൂലകങ്ങളുടെ കുറവുകൊണ്ടായിരിക്കും അത് വരുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാനും പെട്ടെന്ന് അതിനെ ഒന്ന് ഓടി നടന്ന് കണ്ടുപിടിക്കാനൊക്കെ പറ്റുന്ന യൂത്തിനായിരിക്കും. ഒരു ക്വാളിറ്റി ഓഫ് പ്രൊഡക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ യൂത്ത് തന്നെയാണ് ഏറ്റവും നല്ലത്. പണ്ട് കാലത്ത് ഇപ്പോൾ അവർ പറഞ്ഞു തന്നതിനകത്തുനിന്നും കുറേ കൂടി ഇപ്പോൾ ഞാൻ കൃഷി ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടെ അതിൻ്റെ ഒരു ബേസിക് നോളജായിട്ട് നമ്മൾ വെച്ച് അതിൻ്റെ കുറച്ചും കൂടെ ഒരു അപ്ഗ്രേഡഡ് വെർഷനായിട്ടാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ പണ്ട് കാലത്ത് ഇപ്പോൾ കാരണവന്മാർ കൊടി ചെയ്യുകയെന്നുണ്ടെങ്കിലും ഒറ്റ വെറൈറ്റി തന്നെയായിട്ടായിരുന്നു അവരന്ന് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു കാലഘട്ടം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും 5 വർഷം 6 വർഷം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ആ കൊടികളെല്ലാം തോട്ടമടക്കം ഒരു രോഗം വന്നു കഴിയുമ്പോഴത്തേക്കും പോകുമായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ പല വെറൈറ്റികൾ ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു 15 വർഷം 20 വർഷത്തിനടുത്ത് ഇപ്പോൾ നമുക്ക് കൊടികൾ നിന്ന് കിട്ടുന്നുണ്ട്. അതേപോലെ ബാക്കി കാര്യങ്ങളാണെങ്കിലും ഇപ്പോൾ വളപ്രയോഗങ്ങളാണെങ്കിലും മരുന്നടിക്കുന്നതാണെങ്കിലും ഒക്കെ അന്ന് തൊട്ട് ചെയ്തുകൊണ്ട് വന്നുകൊണ്ടിരുന്ന ഈ ബോഡോമിശ്രിതം ഒക്കെ സ്പ്രേ ചെയ്യുന്നതൊക്കെ പണ്ട് കാലം തൊട്ട് അവർ ചെയ്തുകൊണ്ടിരുന്നത് തന്നെ നമ്മളിപ്പോഴും ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. വേറെ എന്തെങ്കിലും ഇപ്പോൾ ഒരു രോഗം വന്ന് സിവിയറായിട്ട് രോഗം വന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അപ്ഗ്രേഡഡ് ഡോസായിട്ട് കുറച്ചും കൂടെ ഒരു സിസ്റ്റമിക് ആയിട്ടുള്ള ഫംഗിസൈഡുകളൊക്കെ കൊടുത്ത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ട്. എന്നെ കൃഷിയിലേക്ക് ഒരു പ്രൈവറ്റ് ഫേമിലെ ഒരു ജോലിയേക്കാളും കൂടുതൽ കൃഷിയിലേക്ക് ആകർഷിച്ചത് ഇതിനകത്തെ ഉള്ള ഒരു ഫ്രീഡം തന്നെയാണ്. ഇപ്പം നമ്മൾ ഒരു ജോലി സ്ഥാപനത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് അത്ര ഒരു ഫ്രീഡത്തിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. എൻ്റെ ആശയങ്ങൾക്ക് ഒത്ത് മാത്രം നിന്ന് ചെയ്തു പോവുക, അത് എനിക്ക് ആ ഒരു ഫേമിൽ ഒരിക്കലും സാധിക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ഈ കൃഷിയിടത്തിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത് തരുന്ന ഒരു മനസ്സമാധാനം അത് ചിലപ്പോൾ നമ്മുടെ അവിടുത്തെ ഹെക്ടിക് വർക്കിനകത്ത് നമുക്ക് കിട്ടണമെന്നില്ല. അതേപോലെ ഇതിനകത്ത് ഓരോ ചെടികളും ഇപ്പം നമ്മൾ തന്നെ നട്ട് നമ്മൾ തന്നെ വളർത്തി അതിൻ്റെ ഈൽഡിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും അത് ആദ്യമായിട്ട് ഒരു ഫ്ലവറിങ് തരുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ചിലപ്പോൾ നമുക്ക് ആ ഒരു ഓഫീസിൽ ഒരു ചെയറിൽ ഇരുന്ന് നമ്മൾ കറങ്ങി കഴിയുമ്പോഴത്തേക്കും നമുക്കത് കിട്ടാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അതേപോലെ ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കാർഡമം റിസർച്ചിൽ. അപ്പോൾ അവിടെ ആയിരുന്ന കാലത്തും നമുക്ക് അതും ഒരു കൃഷി ഓറിയൻറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥാപനമാണെങ്കിലും നമ്മുടെ ഒരു ആശയങ്ങൾക്കനുസരിച്ച് നമ്മുടെ ഒരു ഫീൽഡിൽ കൃഷി ചെയ്യുന്ന ആ ഒരു ഫീല് നമുക്ക് ഒരിക്കലും അങ്ങനത്തെ ഒരു സ്ഥാപനങ്ങളിൽ കിട്ടില്ല. ഒരു BSc അഗ്രികൾച്ചർ ഗ്രാജുവേറ്റ് ആയതുകൊണ്ട് മാത്രം നമുക്ക് കൃഷിയിലേക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മുടെ എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് ഒരു മേജർ ഫാക്ടർ. ഇപ്പോൾ ജാതി കൃഷി ആണെങ്കിലും അതിപ്പോൾ ഏത് കൃഷിയാണെങ്കിലും നമ്മളൊരു 2-3 വർഷം ഇതിനകത്ത് നല്ലപോലെ ഒബ്സർവ് ചെയ്ത് നമ്മുടെ ഒബ്സർവേഷൻ സ്കില്ലുകൾ കൊണ്ടുവന്നാലും നല്ലപോലെ ചെയ്യുന്ന ഫാമേഴ്സുമായിട്ടൊരു കോണ്ടാക്ട് വന്ന് അവരുടെ ഡ്രോബാക്കുകൾ മനസ്സിലാക്കി അതിനെ മാർക്ക് ചെയ്ത് വെച്ച് അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് ശരിക്കും നമുക്ക് ഇതിനകത്ത് ലാഭത്തിലേക്ക് വരാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ തന്നെയാണെങ്കിലും ഇപ്പോഴും എൻ്റെ ജാതിയിലെ പഠനങ്ങൾ തീർന്നിട്ടില്ല. ഞാനും പുതിയ ആൾക്കാരെ പരിചയപ്പെടുമ്പോൾ അതെല്ലാം ഓരോ അറിവുകളാണ്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ ആഡ് ഓൺ ചെയ്ത് നമ്മളിങ്ങനെ ഇരിക്കുന്നു. നമ്മുടെ പോരായ്മകൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു.
അവർക്ക് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് അവർക്ക് കൊടുക്കുന്നു, അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്ലസ് പോയിന്റുകൾ ലഭിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഉൾക്കൊള്ളുന്നു. അങ്ങനെ ഇത് ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ്. കൃഷിയുടെ ഫ്യൂച്ചർ ശരിക്കും പറഞ്ഞാൽ യൂത്തിൻ്റെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത്. കാര്യം ഞാൻ മനസ്സിലാക്കിയിടത്തോളം കൃഷി ലാഭമായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി മീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിനകത്ത് ഒരു മേജർ ഫാക്ടർ വരുന്നത്. അപ്പോൾ അതിനകത്തേക്ക് നോക്കുമ്പോൾ ക്വാളിറ്റി ഓഫ് പ്രൊഡക്ഷനിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും പ്ലാന്റിംഗ് മെറ്റീരിയൽ സെലക്ഷൻ തൊട്ട് അതിൻ്റെ ഒരു ഓരോ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനും അതേപോലെ തന്നെ ഒരു ക്രോപ്പ് അനാലിസിസ് നടത്താനും അതെല്ലാം ഇപ്പോൾ ഉള്ള ഒരു 40 വയസ്സിന് മുകളിലോട്ടുള്ളവരെക്കാളും കുറച്ചും കൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് യൂത്തിന് തന്നെയാണ്. അതുകൊണ്ട് യൂത്ത് ഇതിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവർക്ക് തിരിഞ്ഞു നോക്കേണ്ട ഒരു സാഹചര്യം വരില്ല. കാര്യം ഇത് അത്രയും പ്രോമിസിങ് ആയിട്ടുള്ളൊരു ഫീൽഡ് തന്നെയാണ് കൃഷി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു യൂത്ത് കൃഷിയിലേക്ക് വരുവാന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറയും സക്സസ്ഫുൾ ആയിട്ടുള്ള കൃഷിക്കാരെ പോയി കാണുക എന്ന് പറയും. നല്ല സിസ്റ്റമാറ്റിക് രീതിയിൽ കൃഷി ചെയ്യുന്ന ആൾക്കാരെ പോയി കാണുക എന്ന് പറയും. എന്നാൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു തോട്ടമേ നിങ്ങൾ കാണാവുള്ളൂ. നല്ല സിസ്റ്റമാറ്റിക് രീതിയിൽ ചെയ്യുന്ന തോട്ടങ്ങൾ ഒന്നേ കാണാവുള്ളൂ. ആ സമയത്ത് വലിയ സിസ്റ്റമാറ്റിക് അല്ല, ലാഭമല്ല എന്ന് പറയുന്ന ആൾക്കാരുടെ തോട്ടങ്ങൾ ഒരു 3-4 തോട്ടങ്ങൾ വിസിറ്റ് ചെയ്യുക. എന്നിട്ട് അതിനകത്ത് നിന്ന് പോയിന്റുകൾ നോട്ട് ചെയ്ത് വെക്കുക. എന്തൊക്കെയാണ് അവിടെ പറ്റിയ ഡ്രോബാക്കുകൾ, ഇങ്ങനെ ചെയ്താൽ എനിക്കിത് സംഭവിക്കും എന്നൊരു ചിന്ത നമുക്ക് വരാൻ വേണ്ടി നമ്മൾ അങ്ങനത്തെ തോട്ടങ്ങൾ വിസിറ്റ് ചെയ്യുക. രണ്ടാമതായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന കൃഷി ഏതാണെന്ന് നോക്കുക. നമുക്ക് മാർക്കറ്റ് എങ്ങനെ അതിനെ കണ്ടുപിടിക്കാം, നല്ല മാർക്കറ്റ് നമുക്ക് കിട്ടുന്നതാണോ, മാർക്കറ്റിൽ അതിൻ്റെ ഒരു മാർജിനൽ പ്രൈസ് ഒരു സ്റ്റേബിൾ ആയിട്ട് കിട്ടുന്ന ഒരു പ്രൈസിങ് ഉള്ള ക്രോപ്പാണോ എന്ന് കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഭൂമിക്ക് നമ്മുടെ സ്ഥലത്തിന് ഇതിനകത്ത് വെറൈറ്റികൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു. ഇപ്പോൾ ജാതിയിൽ ഇപ്പോൾ ഹൈ റേഞ്ചിൽ പെർഫോം ചെയ്യുന്ന വെറൈറ്റി ചിലപ്പോൾ ലോ റേഞ്ചിലേക്ക് പെർഫോം ചെയ്യണമെന്നില്ല. അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് വെറൈറ്റികൾ ചൂസ് ചെയ്യുക, അത് നല്ലപോലെ സ്പേസിങ്ങിൽ പ്ലാന്റ് ചെയ്യുക. ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഫീൽഡ് പ്രിപ്പറേഷൻ, അതിൻ്റെ ഒരു ഫസ്റ്റ് പ്ലാന്റിങ് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഓക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കി എല്ലാ ഒരു ഓൺ ദ ഫ്ലോ നമുക്ക് തന്നെ വന്നു പോകുന്ന കാര്യങ്ങളാണ്. ആദ്യമേ ഒരു ഇനിഷ്യൽ സ്റ്റാർട്ടിങ്ങിൻ്റെ ഒരു ട്രബിളേ ഉള്ളൂ. അത് തുടങ്ങി കഴിയുമ്പോഴത്തേക്കും ബാക്കിയെല്ലാം നമ്മൾ തന്നെ അതിൻ്റെ കൂടെ പഠിച്ചു പോയിക്കോളും. ജാതി കൃഷിയിൽ അടുത്ത ഒരു 15 വർഷത്തിൽ ഞാൻ എന്നെ തന്നെ നോക്കി കാണുന്നത് ഏറ്റവും നല്ല ഒരു അൺനോൺ വെറൈറ്റീസിൻ്റെ ഒരു ജേംപ്ലാസം കീപ്പ് ചെയ്യുന്ന ഒരാളായിട്ടാണ് ഞാൻ കാണുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കേരളത്തിലുള്ള പ്രമുഖ ഇനങ്ങൾ എല്ലായിടത്തും പോയി കാണുക എന്ന് പറയുന്നത് പലർക്കും ഫീസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ ഞാനിപ്പോൾ എല്ലാ വെറൈറ്റികളും നമ്മൾ പരീക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ പ്ലാന്റിങ്ങിൻ്റെ ഡേറ്റ് തൊട്ട് അതിൻ്റെ ബഡ് ചെയ്ത ടൈം, അതേപോലെ തന്നെ അതിൻ്റെ ഈൽഡ് വരുന്ന ടൈമുകൾ അതിന് നമ്മൾ റെക്കോർഡിക്കലി സൂക്ഷിച്ചിട്ടുണ്ട്. അത് ഈ ടെറൈനിൽ എങ്ങനെ കായ്ക്കും, അതിൻ്റെ വളർച്ചാ നിരക്ക് എങ്ങനെയുണ്ട്, ഗ്രോത്ത് ഇൻഡെക്സ്, അങ്ങനെ എല്ലാം നമ്മൾ മാർക്ക് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 1000 തോട്ടം കാണുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ ഒരു തോട്ടം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു ബെനഫിറ്റ് ഉണ്ടാവും. കൃഷിയിലേക്ക് ഇറങ്ങുമ്പോൾ ആൾക്കാർ ചോദിക്കുന്ന ഒരു മേജർ ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മളൊരു ജോലി രാജിവെച്ച് ഇതിനകത്തേക്ക് നിൽക്കുമ്പോൾ ഇത് വരുമാനമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഡെയിലി ബേസിലായിരുന്നെങ്കിലും അവിടുന്ന് റിസൈൻ ചെയ്ത് വേറെ ജോബുകൾ നോക്കാതെ ഇരുന്നപ്പോൾ ആൾക്കാർ പലരും എൻ്റെ അടുത്ത് ചോദിച്ചാണ് ജോലിക്ക് പോകുന്നത് തന്നെയല്ലേ ഇതിനേക്കാളും ലാഭമുള്ളതെന്ന്. ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ജോലി കയറുമ്പോൾ എനിക്കൊരു 30,000 രൂപയായിരുന്നു അന്ന് എൻ്റെ സാലറി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു മാസങ്ങളിൽ എനിക്ക് ഈ പറമ്പിൽ നിന്നും വന്നുകൊണ്ടിരുന്നത് ഒരു 45 രൂപ, ഇതിനകത്ത് ചിലവില്ലാതെ പറമ്പിൽ നിന്നും വന്നുകൊണ്ടിരുന്ന ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അവിടെ പെട്രോൾ അടിച്ച് പോയി അവിടെ നിൽക്കുമ്പോഴത്തേക്കും എനിക്ക് എല്ലാം കൂടെ കഴിഞ്ഞ് ഒരു 20-22 രൂപയായിരുന്നു അന്ന് കൈ കിട്ടുന്നത്. അപ്പോൾ 35 രൂപ എനിക്ക് ആ ഒരു മാസം 35 രൂപ 40 രൂപ നമുക്ക് പറമ്പിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പോലെ നമുക്ക് ഹെക്ടിക്കായിട്ട് ഇതിനകത്ത് നിൽക്കേണ്ട കാര്യമില്ല. ഇതൊരു സ്ട്രെസ് ഫ്രീ ആണ്. നമ്മുടെ ഐഡിയോളജികൾക്ക് അനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാം. അവിടുത്തെ പോലെ നമുക്ക് ഓവറായിട്ട് ആരെന്ത് വിചാരിക്കും ടാർഗറ്റ് വെച്ച് ഉള്ള ഒരു ചിന്തയിൽ പോകേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട്
നമുക്കിത് ഒരു ഫീസിബിൾ ആയിട്ടുള്ള ഒരു രീതിയാണ്. ഇപ്പോൾ ഞാൻ ഈ കൊടുക്കുന്ന എഫോർട്ടിന് ശരിക്കും എനിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നല്ല റിസൾട്ടിലേക്ക് വരുന്നത് ഒരു 15 വർഷം ആ ഒരു പീരീഡ് ഒക്കെ ആകുമ്പോഴത്തേക്കാണ് എനിക്കൊരു നല്ല റിസൾട്ടിലേക്ക് വരിക. ഇപ്പൊ ഏകദേശം എൻ്റെ പറമ്പിൽ എനിക്ക് ഈൽഡിൽ നിൽക്കുന്ന ഒരു 12 വർഷം പ്രായമായിട്ടുള്ള മരങ്ങൾ എന്ന് പറയുന്നത് ഏകദേശം ഒരു 47ഓളം മരങ്ങളുണ്ട്. അപ്പൊ ആ മരങ്ങളിൽ നിന്നും എനിക്ക് ഈ വർഷങ്ങളിൽ കിട്ടിയിട്ടുള്ളത് ഏതാണ്ട് ഒരു 3.5 ലക്ഷം രൂപയ്ക്ക് അടുത്താണ് ഈൽഡ് കിട്ടിയത്. അപ്പോൾ അതിലും അപ്ഗ്രേഡഡ് ആയിട്ടുള്ള വെറൈറ്റികളാണ് ഇപ്പോൾ ഞാൻ പ്ലാന്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഈൽഡിങ്ങിലേക്ക് വരുമ്പോൾ ഒരു 15 വർഷം കൂടെ കഴിഞ്ഞ് നല്ല പ്രൊഡക്റ്റീവ് സ്റ്റേജിലേക്ക് അത് വരുമ്പോഴത്തേക്കും ഞാൻ കണക്ക് കൂട്ടുന്ന ഏകദേശം ഒരു 3 കോടി രൂപയ്ക്ക് അടുത്ത ഒരു റിട്ടേൺസ് ആണ് ഒരു ആനുവലി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ പ്ലാന്റേഷൻ ക്രോപ്പുകളുടെ ഒരു ചെറിയ കൺസൾട്ടേഷൻ പോലെ ചെയ്യുന്നുണ്ട്. ജാതി കൃഷിയിലേക്ക് പുതിയതായിട്ട് വരുന്നവർക്ക് ഒരു ഗ്രാസ് റൂട്ട് ലെവൽ പ്രോഗ്രാം പോലെ നമ്മുടെ ഒരു ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിൽ ദ നട്ട്മെഗ് മാൻ എന്ന് പറഞ്ഞ നമ്മുടെ പേജിൽ നമ്മൾ അതിൻ്റെ പ്ലാന്റിങ് തൊട്ട് അതിൻ്റെ ഈൽഡ് വരെയുള്ള എല്ലാ കാര്യങ്ങളെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്.